ഹലോ ഗൈസ്, ഇന്ന് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റ് ഞാൻ വന്നുള്ളൂ. ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ പള്ളി പോകുന്ന ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭൂതി തിരുനാളാണ്, അതായത് കുരിശുവരപ്പ് തിരുനാളാണ്. അപ്പം അതിനോടനുബന്ധിച്ച് ഞങ്ങൾ നേരം വെളുത്ത് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പം മോളും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവളെ എഴുന്നേൽപ്പിക്കുന്നില്ല. അവൾക്ക് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഈ തണുപ്പടിച്ച് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഒരുങ്ങിയിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു കട്ടൻ ചായ അല്ല കേട്ടോ, ഞാൻ വെള്ളമാണ് കുടിച്ചത്. അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ഉറക്കി. എന്നിട്ട് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോവുകയാണ്. ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു കട്ടൻ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്കിന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. അതുകൊണ്ട് 7 monthsത്തെ ഷുഗർ ടെസ്റ്റും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നത് കുഞ്ഞാറ്റ എഴുന്നേറ്റില്ലായിരുന്നു. പിന്നെ അവളെ ഞാൻ വിളിച്ചേൽപ്പിച്ചിട്ട് കുരിശൊക്കെ അച്ഛൻ വരച്ച് തന്നു. അങ്ങനെ ഞാൻ വിളിച്ചേൽപ്പിച്ച് കുരിശ് വരപ്പിക്കാൻ വേണ്ടി പല്ലൊക്കെ തേപ്പിച്ചിട്ട് വേണം കുരിശ് വരപ്പിക്കാൻ. അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പല്ലൊക്കെ തേപ്പിച്ചിട്ട് കുരിശ് വരപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അവൾ ആദ്യമൊന്നും വരയ്ക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് കളറൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ഇനി അപ്പായി വരപ്പിക്കണം പറഞ്ഞു. അങ്ങനെ അപ്പായിനെ കൊണ്ട് അവൾ അടങ്ങിയിരുന്ന് വരപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൾക്ക് അതിലെല്ലാം വരയ്ക്കണമെന്നായി. അങ്ങനെ അവൾ വരയ്ക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വരയ്ക്കില്ല, അമ്മ വരച്ച് തരാമെന്നു. അങ്ങനെ ഞാൻ ആ ഡോറിൽ കൂടെയും എല്ലാ ഡോറിലും നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ വരയ്ക്കുന്നതാണ്. ക്രിസ്ത്യൻസ് എല്ലാവരും അങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ ഡോറിൽ കൂടെയും റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടെയും ഒക്കെ വരയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കളയല്ല, അത് അവിടെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ശേഷം കെട്ടിയവന് ചായയെല്ലാം കൊടുത്തുവിട്ട് പറഞ്ഞു വിട്ട് ശേഷം ഞങ്ങൾ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി നേരെ അംഗൻവാടിയിലേക്ക് പോവുകയാണ്. അംഗൻവാടി പോയി ചെറിയൊരു കരച്ചിലും വീഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നടന്നാണ് ഞങ്ങൾ പോകുന്നത്. നടക്കാനുള്ള ഒരു ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കാനിങ് അല്ല, ലാബ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം നേരെ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടാണ് 7 monthsത്തെ PVC ടെസ്റ്റും ഷുഗർ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നേരെ ഞാൻ ലാബിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് അവിടുന്ന് ബ്ലഡ് എടുത്തു. എന്നിട്ട് അതിന് ശേഷം എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്ന പത്രവും മാസികയൊക്കെ കുറച്ച് നേരം, വായനാശീലം നല്ലതാണല്ലോ. അങ്ങനെ ആരോഗ്യ മാസികയും പത്രമൊക്കെ ഉണ്ടായിരുന്നു. കയ്യിലൊരു ചെറിയൊരു ബ്ലഡിൻ്റെ ഇതുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ റിസൾട്ടൊക്കെ കിട്ടി.